ഹലോ നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അമൽ സാറാണ് കേട്ടോ. പ്രിയമുള്ള ഉദ്യോഗാർത്ഥികളെ, കമ്പനി ബോർഡ് എലിജിബിലിറ്റിയിലേക്ക് നിങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അപ്പം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവരും പറയുന്നുണ്ട് ഒരുപാട് ആൾക്ക് ജോലി കിട്ടുന്ന ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് എലിജിബിലിറ്റി. അതുപോലെ തന്നെ ഈ കമ്പനി ബോർഡ് എലിജിബിലിറ്റിൻ്റെ പരീക്ഷയ്ക്കൊപ്പം തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട മറ്റൊരു പരീക്ഷയാണ് ബെപ്കോ LD. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കമ്പനി ബോർഡ് എലിജിബിലിറ്റിൻ്റെയും ബെപ്കോ LDയുടെയും നിയമന നിലയെ പറ്റിയാണ്. അവിടെ സിലബസിൽ കൃത്യമായിട്ടൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഈ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെല്ലാം എന്ത് തന്നെയാണ്, സെയിം ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്പനി ബോർഡ് എലിജിബിലിറ്റിയും ബെപ്കോ LDയും നമ്മളൊന്ന് ഇതിൻ്റെ നിയമന നില രണ്ടിൻ്റെയും ഒന്ന് പരിശോധിക്കാൻ പോവാണ്. അപ്പോൾ കമ്പനി ബോർഡ് എലിജിബിലിറ്റിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള പരീക്ഷ, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ എത്രമാത്രം ആളുകൾക്ക് ഇതുവരെ നിയമനം കിട്ടി, കഴിഞ്ഞ ബെപ്കോ LD ലിസ്റ്റിൽ നിന്നും എത്രമാത്രം ആളുകൾക്ക് എന്ത് കിട്ടി, നിയമനം കിട്ടി, നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകണം. അപ്പോൾ എന്തിനാണ് ഞാൻ നിങ്ങളുടെ അടുക്കെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, 2016 എന്ന് പറയുന്നത് പരീക്ഷകളുടെ ഒരു വർഷമാണ്. അതായത് കഴിഞ്ഞ LD LGSനൊക്കെ ശേഷം ഏറ്റവും കൂടുതൽ പരീക്ഷ 2024 ശേഷം ഏറ്റവും കൂടുതൽ പരീക്ഷ നടക്കാൻ പോകുന്ന വർഷമാണ് 2026. 2024 ശേഷം നടക്കാൻ പോകുന്ന, കഴിഞ്ഞ LDക്കൊക്കെ ശേഷം വലിയൊരു പരീക്ഷ നടക്കാൻ പോകുന്നത് ഈ പറയുന്ന 2026ലാണ്. അപ്പോൾ നോക്കി, ഡിഗ്രി ലെവൽ പരീക്ഷകൾ SBCID അടക്കമുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, SI ഒക്കെ അടക്കമുള്ള വലിയൊരു പരീക്ഷ 2026 ഡിഗ്രി ലെവലിൽ നടക്കുന്നുണ്ട്. 10th ലെവലിൽ VFA നടക്കുന്നുണ്ട്, കമ്പനി ഈ പറയുന്ന ബെപ്കോ LD നടക്കുന്നുണ്ട്. 7th ലെവൽ നോക്കുകയാണെങ്കിൽ കമ്പനി ബോർഡ് എലിജിബിലിറ്റി അടക്കമുള്ള പരീക്ഷകൾ നടക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന പരീക്ഷകൾ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നതും ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കാൻ പോകുന്നതും കമ്പനി ബോർഡ് എലിജിബിലിറ്റി തന്നെയാണ്. ബെപ്കോ LD നമ്മൾ പരിശോധിക്കും എങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ നിയമനം സ്റ്റേറ്റ് വൈഡ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് എലിജിബിലിറ്റി. അപ്പോൾ അതിലെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു LGSന്റെ സിലബസ് ആണ്, ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റിൻ്റെ ഒരു പരീക്ഷയുടെ സിലബസ് ആണ് LGSന്റെ സിലബസ് എന്ന് പറയുന്നത്. അതായത് പൊതുജനാരോഗ്യം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. മാത്സ് ഉണ്ട്, 20 മാർക്കിനാണുള്ളത്. മലയാളമില്ല, ഇംഗ്ലീഷ് ഇല്ല. മറ്റ് 10th ലെവൽ പരീക്ഷകളെ വെച്ച് നോക്കുക, അത്ര വലിയ ടഫും ഇല്ല. പക്ഷെ ടഫ് ഇല്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, കട്ട് ഓഫ് എന്ന് പറയുന്ന സംഭവം വളരെ ഉയർന്നു തന്നെ നിൽക്കും. ഒരു 70+, 70 കൂടുതൽ ഒരു കട്ട് ഓഫ് ആണ് കമ്പനി ബോർഡ് എലിജിബിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ കമ്പനി ബോർഡ് എലിജിബിലിറ്റി പരീക്ഷയ്ക്ക് നിയമന നില കഴിഞ്ഞ കാലങ്ങളിൽ എത്രമാത്രം നിയമനം നടന്നു നമുക്ക് നോക്കാം. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ 12/1/2024 ഈ 25/11/2025 വരെ, 25/11/2021 വരെ ഏകദേശം 2522ഓളം ആളുകൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കേടാ, ചെറിയ നമ്പറാണോ ഇത്? 2522 എന്ന് പറയുന്നത് ചെറിയ നമ്പർ അല്ല. അതൊരിക്കലും ചെറിയ നമ്പർ അല്ല, അതൊരു വലിയ നമ്പർ തന്നെയാണ്. ഈ കഴിഞ്ഞ നാളുകളിലെ LD ക്ലർക്കിന്റെ നിയമനങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ പോലും ഇതിനടുത്ത് ഒരു നമ്പർ വരും. VFAയുടെ എല്ലാം കൂടെ കൂട്ടി നോക്കുകയാണെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് വരത്തില്ല. VFAയുടെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന നിയമനത്തിലേക്ക് അതെല്ലാം കൂടെ നമ്മൾ കൂട്ടി നോക്കിയാൽ 2522 എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് എത്തത്തില്ല. അപ്പോൾ 2522ഓളം ആളുകൾക്ക് നിയമനം ലഭ്യമാകുന്ന ഒരു പരീക്ഷയാണ് ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ് ബോർഡ്സ് ആൻഡ് കോർപ്പറേഷൻ കമ്പനി ബോർഡ് എലിജിബിലിറ്റിൻ്റെ ഈ പറയുന്ന ഈ പരീക്ഷ. മക്കളെ, അവിടെ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളിവിടെ സന്തോഷിക്കും, ഒരുപാട് സന്തോഷിക്കും ഇല്ലേ. 2500 പേർക്ക് ജോലി കിട്ടുന്ന പരീക്ഷ. പക്ഷേ 2500 ഒരാളാകുക എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള കാര്യമാണ്. നിങ്ങളുടെ പരിശ്രമമാണ് ഈ പറയുന്ന 2500 ഒരാളാകുക എന്നുള്ളത് നിങ്ങളുടെ പരിശ്രമമാണ്. ഞാൻ പരിശ്രമിക്കാതെ, ഞാനിങ്ങനെ ഒന്നും ചെയ്യാതെ, ഞാൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ ഒന്നും ചെയ്യാതിരിക്കുകയാണ്. കമ്പനി ബോർഡ് എലിജിബിലിറ്റിന് അപ്ലൈ ചെയ്തു, ഒന്നും ചെയ്യുന്നില്ല. ഇന്ന് രാത്രി സ്വപ്നം കാണുകയാണ്, ഈ 2500 ഒരാൾ ഞാനാണ്, 2500 ഒരാൾ ഞാനാണെന്ന് മാത്രമേ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർമ്മം എന്ന് പറയുന്ന സാധനം ഞാൻ എന്ത് ചെയ്യുന്നില്ല, പഠനം എന്ന് പറയുന്ന സാധനം ഞാൻ ചെയ്യാതെ ഞാൻ സ്വപ്നം കണ്ടുകൊണ്ട് മാത്രം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന 2500 ഒരാൾ ഞാൻ ആകില്ല. പകരം
നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കർമ്മം കൂടി ചെയ്യണം, അല്ലേ? നിങ്ങളുടെ കർമ്മം എന്താണ്? നിങ്ങൾ ഇതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? വലിയൊരു റാങ്ക് ഫയൽ മേടിച്ച് വെച്ചിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ക്ലാസ് പർച്ചേസ് ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഇതൊന്നും ചെയ്തിട്ട് കാര്യമല്ല. നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കി നിങ്ങൾ പരിശ്രമിക്കുകയാണ് എങ്കിൽ ഈ പറയുന്ന കമ്പനി ബോർഡ് എലിജിബിലിറ്റി പരീക്ഷ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരാഗ്രഹങ്ങൾ മാത്രമായിട്ട് നിങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ, പരിശ്രമങ്ങളൊന്നുമില്ല. ആഗ്രഹങ്ങളും പരിശ്രമങ്ങളും ഒന്നും ഇല്ലാതെ ചിലരുണ്ട്, ആഗ്രഹവും ഇല്ല, പരിശ്രമവും ഇല്ല, ഒന്നുമില്ല. എടാ, ആഗ്രഹവും വേണം, ആ ആഗ്രഹത്തിനകത്തുള്ള പരിശ്രമവും വേണം. അപ്പം ആഗ്രഹങ്ങളും പരിശ്രമത്തിനും ഒപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ നിയമനം കിട്ടും. ഇനി നോക്കിയടാ, ഏകദേശം പല കാറ്റഗറി അടക്കമുള്ള നോക്കാം. OC 2072 മെയിലിന് 2040 റാങ്ക് വരെ പോയിട്ടുണ്ട്. EWSന് 2083 മെയിലിന് വരെ പോയിട്ടുണ്ട്. 2045 ഗേൾസ് വരെ പോയിട്ട് ആ ഒരു റാങ്ക് വരെ. 2076 2051 SCയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 91 മെയിലും 89 ഫീമെയിലും. STക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 126 86. അങ്ങനെ ഓരോ കാറ്റഗറി തിരിച്ചുള്ള കണക്ക് നമുക്ക് ലഭ്യമാണ്. അതായത് സപ്ലിമെൻ്ററി ലിസ്റ്റ് വരെ ആളുകളെ, അവിടെ നിന്ന് പോലും ആളുകളെ എടുക്കുന്ന ഒരു ലിസ്റ്റാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന തസ്തിക. അപ്പോൾ പരിശ്രമങ്ങൾ തന്നെ ഇന്ന് തന്നെ നിങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ്. നാളെ തുടങ്ങാം, മറ്റന്നാൾ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ബിവറേജസ് LDയുടെ നിയമന നിലയം കൂടെ നോക്കിയാലോ. ബിവറേജസ് LDയുടെ നിയമന നിലയം കൂടെ നോക്കിയാലോ. ബിവറേജസ് LD ഇതുവരെ 249 അഡ്വൈസ് വരെ പോയിട്ടുണ്ട്. 10/9/2025 ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത്. 249ഓളം ആളുകൾക്ക് സ്റ്റേറ്റ് വൈഡ് ബിവറേജസ് LDയിൽ പോയിട്ടുണ്ട്. അപ്പം നോക്കിയടാ, ഈ രണ്ട് പരീക്ഷയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷ. അതിൻ്റെ കൂട്ടത്തിൽ VFA ഉണ്ട്. VFAയുടെ ഒരു ജില്ല തിരിച്ചുള്ള ഒരു കണക്ക് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന പരീക്ഷകൾ, ഈ പറയുന്ന നിയമന നിലകൾ അത് ചെറിയ കണക്കുകളല്ല. 2500 പ്ലസ് 249 ആൾ, 3000ഓളം ആളുകൾക്ക് ഈ കമ്പനി ബോർഡ് LGSൽ നിന്നും ബെബ്കോ LDയിൽ നിന്നും നിയമനം ലഭിക്കും. ഉള്ള കാര്യമല്ലേ? നമുക്ക് PSCയുടെ സൈറ്റിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളാണ്. അപ്പോൾ അടുത്ത ലിസ്റ്റ് വരുമ്പോൾ അതിലാരുണ്ടാവണം? നിങ്ങളുണ്ടാവണം. ബെബ്കോ LDയുടെ ഇതുവരെ വന്നിട്ടില്ല. ഷൂട്ട് ചെയ്യുന്ന നിമിഷം വരെ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഉടനെ തന്നെ വരും. പക്ഷേ ഈ വരാൻ പോകുന്ന പരീക്ഷകളിൽ നിങ്ങളൊരു ആത്മാർത്ഥമായിട്ടൊരു പരിശ്രമം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പുള്ളൊരു കാര്യമാണ്, വരാൻ പോകുന്ന പരീക്ഷയിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ജോലി ലഭ്യമാകും. അതിനുവേണ്ടി ഞങ്ങൾ സജ്ജമാണ്. AZB അക്കാഡമിയിൽ ഈ പറയാൻ പോകുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെബ്കോ LDC, കമ്പനി ബോർഡ് LGS എന്നീ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സിലബസ് കവറേജ് ആണ്. കറണ്ട് അഫെയർസിന് വേണ്ടി പ്രത്യേക സെഷനുകളുണ്ട്. PYQന് ഡിസ്കഷൻ സെഷൻ ഉണ്ട്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പോലുള്ള സബ്ജക്റ്റുകൾക്ക് കൃത്യമായിട്ടുള്ള ഓറിയൻറ്റേഷനോട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭ്യമാവും. അതുപോലെ തന്നെ ഏത് സമയവും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഈസി മെൻറ്റർഷിപ്പും നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. അപ്പോൾ നിങ്ങളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കുക എന്നുള്ളത്, നിങ്ങൾ റാങ്കിലേക്ക് എത്തുക സാധാരണഗതിയിലുള്ള ഇതുപോലെയല്ല. നിങ്ങളെ റാങ്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ടീം നിങ്ങൾക്കൊപ്പം ഞങ്ങളും കൂടെ ഓടി വരുന്നുണ്ട്. അതായത് മറ്റ് ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങളെ വ്യത്യസ്തമാക്കുന്നത് നിങ്ങൾക്കൊപ്പം ഞങ്ങളും കൂടെ ഓടുകയാണ്, അല്ലേ? നിങ്ങളെ റാങ്കിലേക്ക് എത്തിക്കുമ്പോൾ ഞങ്ങളുടെ ടീമിന് നിങ്ങളൊപ്പം തന്നെ ഞങ്ങൾ ഉണ്ടാവും. നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി, നിങ്ങൾക്ക് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു, നിങ്ങളെ അഡ്വൈസ് മെമ്മോ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നിടം വരെ ഞങ്ങളുടെ ടീം നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. അതാണ് AZB അക്കാഡമിയുടെ ഇത്രയും നാളുമായിട്ടുള്ള ഒരു ചരിത്രം എന്ന് പറയുന്നത് തന്നെ. ഞങ്ങളുടെ ഒരു വിജയഗാഥ തന്നെ അതാണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ നാളുകൾക്കിടയിൽ അവരുടെ സക്സസ് സ്റ്റോറി പറയുമ്പോൾ AZB അക്കാഡമി വരുന്നുണ്ട് എങ്കിൽ
ഇത്തരത്തിൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് നിങ്ങളോട് ഞങ്ങൾ പറയുന്നത്. ഈ വരാൻ പോകുന്ന കമ്പനി ബോർഡ് LDSC ആകട്ടെ, ബെവ്കോ LDC ആകട്ടെ, കമ്പനി ബോർഡ് LGS ആകട്ടെ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാം ആകട്ടെ, ഞങ്ങളുടെ ടീം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗമായി ഞങ്ങൾക്കൊപ്പം പഠിച്ചു വളരുവാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതിനുവേണ്ടി ഈ പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഞങ്ങളുടെ അഡ്മിഷൻ ടീം നിങ്ങളുമായി ബന്ധപ്പെടുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട, ഈ വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGSൽ നിങ്ങൾക്ക് ഒരു ജോലി, ബെവ്കോ LDC നിങ്ങൾക്കൊരു ജോലി ആക്കി തരുവാൻ AZB ടീം ഒപ്പമുണ്ട്. അതിനുവേണ്ടി താഴെ പറയുന്ന നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മക്കളെ, പരിശ്രമിക്കണം. പരിശ്രമത്തിനോടൊപ്പം തന്നെ, നിങ്ങളുടെ പരിശ്രമത്തിനോടൊപ്പം തന്നെ AZB അക്കാഡമിയുടെ ടീമും കൂടി ആകുമ്പോൾ നമുക്ക് സക്സസ് എന്ന് പറയുന്നത് എത്താം മക്കളെ. ഓക്കെ, ഇന്നത്തേക്ക് ബൈ പറയാണ്. അടുത്തൊരു ദിവസം അടുത്തൊരു കണ്ടന്റുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.